നമസ്കാരം. മറുനാടൻ ലവേഴ്സ് എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യർക്കോ സമൂഹത്തിനോ സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് മറുനാടൻ പറയുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾ തയ്യാറാണെങ്കിൽ അവരെ മാത്രമാണ് ഈ ഗ്രൂപ്പിൽ ചേർക്കുന്നത്. അല്ലാത്തവരെ ഗ്രൂപ്പിൽ ചേർക്കാറില്ല. അല്ലാതെ ഒന്ന് രണ്ട് പേരെ റെക്കമെൻഡേഷൻ വഴി ചേർത്തവർ പിന്നീട് പ്രശ്നമുണ്ടാക്കി പുറത്താക്കേണ്ടി വന്നു. ഈ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒരാൾ സാർ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. ആ പോസ്റ്റ് ഒരു ഷരീഫ് CV ത്രെഡ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയിരിക്കുന്ന പോസ്റ്റാണ്. എൻ്റെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ട് ആ പോസ്റ്റിൽ ഇങ്ങനെ എഴുതി: വിദ്വേഷ യൂട്യൂബർ ഷാജൻ സ്കറിയ മാവേലി എക്സ്പ്രസ്സിലിട്ട് താക്കീത് ചെയ്യുന്ന മന്ത്രി T സിദ്ദിഖിൻ്റെ ചിത്രം വൈറലാകുന്നു. ഈ സാധനം കാണുമ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾ ഈ ത്രെഡ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ത്രെഡിൽ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഒറിജിനലി കാണാൻ സാധിച്ചില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് എന്തൊരു കലിപ്പാണ് എന്നോടിപ്പോഴുമെന്ന്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നേ വരെ ഇസ്ലാമിനെയോ പ്രവാചകനെയോ ഖുറാനെയോ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല. അതൊക്കെ മതത്തിൻ്റെ ഭാഗമാണ്. ആ മതത്തിലെ പഠിപ്പീരുകൾ നമുക്ക് ഭംഗിയായി തോന്നുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമല്ല. മതം ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അകപ്പെട്ടു പോകുന്നതാണ്. അവർ തിരുത്തട്ടെ, മറ്റുള്ളവർ തിരുത്തണ്ട എന്ന നിലപാടാണ് എനിക്ക്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ മുസ്ലിം വിരോധി, വർഗീയവാദി എന്നൊക്കെ പറഞ്ഞ് ചിലർ നുണപ്രചരണം നടത്തുന്നത് എനിക്കറിയില്ല. മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ എൻ്റെ വീഡിയോകൾ സ്വാധീനമുണ്ടാക്കുന്നു എന്നത് തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ എന്നെപ്പോലെയുള്ളവരുടെ ഇടപെടലാണ് പലരെക്കൊണ്ടും പലതും തുറന്നു പറയിപ്പിക്കാൻ തയ്യാറാവുന്നത്. കഴിഞ്ഞ ദിവസം തട്ടം പോലും ഇടാതെ ഒരു പെൺകുട്ടി, വിശ്വാസിയായ പെൺകുട്ടി, തൻ്റെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ചിലരൊക്കെ സ്ത്രീകൾ നൃത്തം പോലും ചെയ്യരുത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു വന്ന വീഡിയോ വൈറലായിരുന്നു. കാണുക. നമ്മുടെ മുസ്ലിംസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഗേള് ഒരു ഡാൻസ് കളിച്ച് തട്ടിട്ട് ഡാൻസ് കളിച്ചാല് അൽ ഹറാം, മുടിക്ക് കളർ ഇട്ടിനെങ്കിൽ അൽ ഹറാം അല്ലേ? ഹറാമാണ്. ഒരു കുട്ടി ഒരു ജീൻസ് കുപ്പായിട്ട് കഴിഞ്ഞാല് അൽ ഹറാം. ഇതൊന്നും ബോയ്സിന് ഹറാമല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. ഒരു കുട്ടി ഡാൻസ് കളിക്കുന്ന, കോളേജില് ഡാൻസ് കളിക്കുന്നത്. ആ കുട്ടി ഹിജാബ് ധരിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ പല ആൾക്കാരും റിയാക്ഷൻ വീഡിയോ അങ്ങ് ആറാട്ടാണ്. ഈ ആൺകുട്ടികളെ വിചാരമുണ്ട്, നിങ്ങൾ കഞ്ചാവ് വലിക്കുന്നു, നിങ്ങൾ ലഹരി യൂസ് ചെയ്യുന്നു, നിങ്ങൾ MDMA യൂസ് ചെയ്യുന്നു, നിങ്ങൾ സ്വന്തം ഭാര്യനെ വെച്ചിട്ട് വേറൊരു കിടപ്പുമുറിയിൽ പോകുന്നതൊന്നും ഹറാമല്ല, അതൊക്കെ സുന്നത്ത് അല്ലെ? അത് പോരായിട്ട് ആ പെൺകുട്ടി എന്ന് പറയുന്ന അന്യ സ്ത്രീയാണ്. അന്യ സ്ത്രീന്റെ വീഡിയോ ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം, എന്നിട്ട് അത് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ആ കുട്ടീനോട് ചോദിച്ചോ, ഞാൻ എന്റെ വീഡിയോ വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്? അത് ഏത് സുന്നത്താണ്? ഒരാൾ അവകാശം ഇല്ലാണ്ട് ആ കുട്ടീന്റെ അന്യ സ്ത്രീന്റെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൽ ഇടുന്നത് നിങ്ങൾ, അത് സുന്നത്ത്. ആ കുട്ടി ഒന്ന് ഡാൻസ് കളിച്ചത് ഹറാം. എനിക്കറിയില്ലല്ലേ. ഞാൻ ഒരു ബിലീവറാണ്. ഞാൻ ഇസ്ലാം പരമായിട്ട് എനിക്ക് നല്ല വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അപ്പോ വരും ക്യാമറയായിട്ട് അൽ ഹറാം അൽ ഹറാം. നിങ്ങൾ ചെയ്യുന്നല്ലേ സുന്നത്താണോ? അത് ഏത് കിതാബിലല്ലേ? തെറ്റത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ള വെച്ചാൽ സ്വയം നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ പോവാൻ. അത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യുന്ന എല്ലാ രീതിയിലും ബാക്കിയുള്ളവരെ ദ്രോഹിക്കുന്നത് നിങ്ങളാണ്. ഒരു കുട്ടി ഒരു ഡാൻസ് കളിക്കുമ്പോൾ അൽ ഹറാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഇത് ഇട്ടതിന്റെ പേരിൽ, ഞാൻ ഇത് പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ പല ആൾക്കാർ വേണമെങ്കിൽ ഞാൻ പൊങ്കാലിടുമായിരിക്കും. ഐ ഡോണ്ട് കെയർ. പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ദാറ്റ്സ് ഇറ്റ്. ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം മറുനാടനാണ് എന്ന് ഈ മൗലികവാദികളായ ഇസ്ലാം വിശ്വാസികളിൽ ചിലർ കരുതുന്നത് കൊണ്ടാണ് അവർ എനിക്കെതിരെ നിരന്തരമായി നുണ പറയുന്നത്. വാസ്തവത്തിൽ ഈ ചിത്രത്തിലൂടെ അവർ ശ്രമിക്കുന്നത് എന്താണ്? ഒരുതരം പ്രത്യേക സന്തോഷം അനുഭവിക്കാൻ. മറുനാടൻ അവസാനിക്കണം, ഞാൻ അപമാനിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ സ്വയം അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച് നിർവൃതിയടയുന്നു. എൻ്റെ പിതൃസഹോദരൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാലിൽ മരിക്കുകയാണ്. പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിച്ചതിന് 76 വയസ്സ് മാത്രം. ഞങ്ങളുടെ കുടുംബവുമായി നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ മാവേലി എക്സ്പ്രസ്സിന് കണ്ണൂർക്ക് പോകുമ്പോൾ ആ ട്രെയിനിൽ പല പ്രമുഖരുമുണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ട് സംസാരിച്ച ഒരാൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി വക്കീലാണെങ്കിൽ മറ്റൊരാൾ കൃഷിമന്ത്രിയായ സിദ്ദിഖായിരുന്നു. സന്ദീപ് വാര്യരും BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അശ്വിനിയും അതേ വാഹനത്തിലുണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു. ഇൻഷാദ് വലിയകത്ത് എന്ന തൃശ്ശൂരുകാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹവുമായിട്ട് എനിക്ക് ദീർഘകാലത്തെ പരിചയമുണ്ട്. അദ്ദേഹം ട്രെയിനിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇന്ന ആളുകൾക്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയതും പരിചയപ്പെടുത്തിയതും. സുധാ ഫാത്തിമ എന്ന് സ്വന്തം മകൾക്ക് പേരിട്ടത് സുധാകരനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സണ്ണി വക്കീലിൻ്റെ അടുത്ത് ഒരുപാട് നേരം സംസാരിച്ചു. വക്കീലിൻ്റെ ഭാര്യയുമുണ്ടായിരുന്നു. പിന്നീടാണ് തൊട്ടടുത്ത ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ സിദ്ദിഖിൻ്റെ അടുത്തേക്ക് പോയത്. സിദ്ദിഖുമായി ദീർഘകാലത്തെ പരിചയമുണ്ട്. പ്രത്യേകിച്ച് വയനാട് ദുരിത സമയത്ത്
മറുനാടൻ സഹകരിച്ചു പ്രവർത്തിച്ചതാണ്. തീർച്ചയായും ജയിപ്പിക്കേണ്ട 10 പേരുടെ ലിസ്റ്റിൽ ഞങ്ങൾ സിദ്ദിഖിനെയും ഉൾപ്പെടുത്തിയിരുന്നു. ദീർഘകാലത്തെ വ്യക്തിബന്ധം കൂടിയുള്ള വ്യക്തിയാണ് സിദ്ദിഖിനെ എന്നെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എണ്ണി പറഞ്ഞു. അതിനിടെ സിദ്ദിഖിൻ്റെ ഭാര്യ സിദ്ദിഖിനെ കഞ്ഞി കുടിക്കാൻ വന്ന് വിളിച്ചപ്പോൾ സിദ്ദിഖ് പറഞ്ഞത്, കഞ്ഞി പിന്നെയും കുടിക്കാം, ഷാജൻ സ്കരിയായെ എപ്പോഴും കിട്ടില്ലല്ലോ എന്നാണ്. അത്ര ഊഷ്മളമായ സംഭാഷണമായിരുന്നു ഞങ്ങൾക്കിടയിൽ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ചിത്രങ്ങളൊക്കെ എടുത്തത് ഇൻഷാദാണ്. എന്നിട്ട് ആ ചിത്രത്തിൽ ഒന്ന് എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ് ഇവന്മാർ സിദ്ദിഖ് താക്കീത് ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിച്ച് വാർത്ത എഴുതിയത്. എന്തൊരു അവസ്ഥയാണ് ഇവന്മാരുടേതെന്ന് ഓർത്ത് നോക്കൂ. ഇവന്മാർ എത്രമാത്രം എൻ്റെ നാശം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് താക്കീതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട ചിത്രമിട്ടപ്പോഴും ഇതേപോലെ തന്നെ ഷാജൻ സ്കറിയയ്ക്ക് താക്കീത് നൽകി എന്നിവർ പറഞ്ഞിരുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നുണകൾ പറഞ്ഞ് നിർവൃതി അനുഭവിക്കുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. സമാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറുനാടനിൽ യുക്തിവാദിയായ എം റിജു ഒരു ലേഖനം എഴുതുന്നു. ഇന്ത്യ വിഭജനത്തെക്കുറിച്ചായിരുന്ന ലേഖനം. ആ ലേഖനം ഇന്നലെയാണ് മറുനാടൻ വരുന്നത്. മറുനാടൻ ഓൺലൈൻ പോർട്ടലിൽ വരുന്ന വാർത്തകൾ എൻ്റെ അനുമതിയോടെയൊന്നുമല്ല. അതിന് എഡിറ്ററുണ്ട്, അതിനൊരു ഹൈറാർക്കിയുണ്ട്. എൻ്റെ അനുമതിയുടെ ആവശ്യമേ ഇല്ല. നിയമപരമായി എനിക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിലും ആ വാർത്ത എൻ്റെ അഭിപ്രായം ആവണമെന്നില്ല. അത് സാമാന്യ മര്യാദയുള്ളവർക്ക് അറിയാം. ഈ എം റിജു എന്ന യുക്തിവാദിയുടെ ലേഖനം ചില തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർക്ക് സുഡാപ്പികൾക്ക് കുരുപൊട്ടിച്ചു. അതിൽ ഹാരിസ് വെള്ളായിൽ എന്ന് പറയുന്ന ഒരുത്തൻ ഇങ്ങനെ എഴുതി, ഈ വിഷജന്തുവിൻ്റെ ഈ നുണയുടെ വസ്തുത എന്താണ്? 1947 ഇന്ത്യ വിഭജനം മാനവ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിലൊന്നാണ്. അതിർത്തിയുടെ ഇരുവശത്തും ലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത വർഗീയ ആക്രമണക്കും വംശഹത്യകൾക്കും ഇരയായി. എന്നാൽ ഷാജൻ എന്നീ മലമായി താണ്ടി അരപ്പൻ ഈ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്തുമ്പോൾ വസ്തുത പറയാതെ പറ്റില്ലല്ലോ. വിഭജനകാലത്ത് ഏറ്റവും അധികം ആക്രമണം നേരിട്ടതും പ്രയാസം അനുഭവിച്ചതും മുസ്ലിം സമൂഹമായിരുന്നു. അവർ നേരിടേണ്ടി വന്ന പ്രധാന ആക്രമണങ്ങളും പ്രയാസങ്ങളും താഴെ പറയുന്നത്. എന്നിട്ട് കൂട്ടക്കൊലയും വംശാതിക്രമങ്ങളും, 47 ജമ്മു കൂട്ടക്കൊല, അഭയാർത്ഥി ടേനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം, നിർബന്ധിത കുടിയൊഴിപ്പിക്കലും സ്വത്ത് നഷ്ടപ്പെടലും, അഭയാർത്ഥി ക്യാമ്പുകളുടെ ദുരിതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കഥ പറയുന്നു. ഇതാണ് യഥാർത്ഥമെന്നിരിക്കെ സംഘപരിവാർ ചെരുപ്പ് നക്കിയ ഷാജൻ വിഭജന വിഷയത്തിൽ ഒരു സമൂഹത്തെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തി ആ സമൂഹത്തെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ മലരൻ്റെ പേരിൽ മുസ്ലിം സമൂഹം കേസ് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്നെക്കുറിച്ചുള്ള ഇയാളുടെ വികാരമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അയാൾ ഷെയർ ചെയ്തിരിക്കുന്ന ലേഖനത്തിൻ്റെ സ്ക്രീൻഷോട്ടിൽ എഴുതിയയാളുടെ പേരുമുണ്ട്. പക്ഷേ എന്നെ തെറി വിളിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു ആനന്ദം. വാസ്തവത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള അവകാശമാണ്. എം റിജു എന്ന എഴുത്തുകാരന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ വിഭജനത്തെക്കുറിച്ചോ പറയാൻ ആഗ്രഹിക്കുന്നത് അതേപടി പറയാനുള്ള സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അതാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ പേരിൽ എന്നെ വർഗീയവാദി, സംഘപരിവാറിൻ്റെ ഷൂ നക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് ഒരു സുഖം. ഇത് കണ്ട് 10 പേരെങ്കിലും മറുനാടൻ വർഗീയവാദിയാണെന്ന് പറയുന്നത് വിശ്വസിച്ചാൽ കൊള്ളാമല്ലോ എന്ന ഒരു ചിന്ത. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സ്വതന്ത്രമായ ചിന്തകൾക്ക് പ്രസക്തിയില്ല. എല്ലാവരും ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കി ആ ബ്രാക്കറ്റിനുള്ളിൽ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നു. അതിന് വെറിയിൽ വന്നാൽ ഉടൻ തന്നെ മുസ്ലിം വിരുദ്ധൻ, മുസ്ലിം വെറി, വർഗീയവാദി, സംഘപരിവാർ ഷൂ നക്കി തുടങ്ങിയവയൊക്കെ പറയും. എന്തു ചെയ്യാൻ പറ്റും? സ്വതന്ത്ര ചിന്താഗതി പതിയെ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായും അസ്തമിക്കുകയാണ്.